കോഴിക്കോട് ചികിത്സയിലുള്ള 3 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. രോഗലക്ഷണങ്ങളോടെ മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. സമീർ, അങ്ങനെ ഒരു കേസ് കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കേസ് കൂടി പോസിറ്റീവ് ആയിരിക്കുന്നു. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 3.5 വയസ്സുകാരനാണ് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രോഗലക്ഷണങ്ങളോടുകൂടിയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് പോണ്ടിച്ചേരിയിലെ ലാബിലേക്ക് ഈ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ പരിശോധനാ ഫലം വന്നത്. അതിലിപ്പോൾ PCR പരിശോധനാ ഫലം പോസിറ്റീവ് ആയതോടുകൂടെ ഒരു ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ജർമ്മനിയിൽ നിന്ന് എത്തിച്ചുള്ള മരുന്നും അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള 4 മരുന്നുകളുടെയും കൂട്ട്, അങ്ങനെ 5 മരുന്നുകളുടെ കൂട്ടാണ് ഇപ്പോൾ കുട്ടിക്ക് നൽകുന്നത്. വളരെ നേരിയ തോതിൽ മാത്രമാണ് കുട്ടി ഈ മരുന്നുകളോട് പ്രതികരിക്കുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കുട്ടി കൂടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള 4 വയസ്സുകാരനാണ്. ഈ കുട്ടിയുടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായിട്ടുണ്ട്. എന്നാൽ പോണ്ടിച്ചേരിയിലെ ലാബിലേക്ക് അയച്ചിട്ടുള്ള പരിശോധനാ ഫലം വന്നിട്ടില്ല. ഇന്ന് വൈകിട്ടോട് കൂടിയായിരിക്കും ഈ പരിശോധനാ ഫലം വരിക. കഴിഞ്ഞ ദിവസം ഇതുമായി നമുക്ക് വളരെ ആശ്വാസമായ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള 14 വയസ്സുകാരൻ ഈ രോഗമുക്തി നേടിക്കൊണ്ട് ആശുപത്രി വിട്ടിരുന്നു. വളരെ വലിയ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത്യപൂർവമായി മാത്രം രോഗമുക്തി നേടുന്ന ഒരു സംഭവമാണ്. 97% മരണനിരക്കുള്ള ആ രോഗത്തിൽ നിന്ന് ഒരു കുട്ടി മുക്തമായി എന്നുള്ളത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഒരു സന്തോഷമായിരുന്നു, വലിയൊരു അഭിമാനമായിരുന്നു. എന്നാൽ ആ ആശ്വാസം ഇപ്പോൾ മറ്റൊരു ആശങ്കയിലേക്ക് കൂടി വഴിമാറുകയാണ്. ഒരു കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ മോശമായി തുടരുന്നു. കുട്ടിയുടെ PCR പരിശോധനാ ഫലം പോസിറ്റീവായിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.